ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹോം ടേസ്റ്റി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ക്രിസ്പി ഗാർലിക് ചിക്കൻ ഫ്രൈ ആണ്. ഇതൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കന് ചെറിയൊരു കോട്ടിങ് ഫസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പിഞ്ച്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അത്രോളം ഇല്ല, എന്നാലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനിവിടെ 150 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ കൂടുതൽ ഉണ്ടെങ്കിൽ മസാലപ്പൊടികളും കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ടാക്കി വെച്ച ചിക്കന് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു കോട്ടിംഗ് ആണ് ചിക്കന്, അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോരോ ചിക്കൻ എടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ചിക്കൻ്റെ എല്ലായിടത്തും ഒന്ന് പൊടിയാവുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് എല്ലായിടത്തും ആവുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിം ബൗളിൽ തന്നെ നമുക്കൊരു മുട്ട ഉടച്ചിടാം. എന്നിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മുട്ടയിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മളെ പൊടി ജസ്റ്റ് കുറച്ചൊരു പൊടി ബാക്കിയുണ്ട്, അതിൽ തന്നെ ഇട്ട് കൊടുത്തത്. ഇത് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും 2-3 അല്ലി, ഞാനിവിടെ 2 അല്ലി എടുത്തത് വെളുത്തുള്ളി കുറച്ച് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്തതാണ് മിക്സിയിൽ. അതും കൂടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലുകൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് പാലുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഉണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. നമുക്കിതിങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു ചെറിയൊരു ഫ്രൈ പാൻ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി. നമ്മളൊന്ന് ജസ്റ്റ് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ഓയിലൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ചിക്കനെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാമിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ബോൺലെസ് ചിക്കനാണ്, ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ പൊടീൻ്റെ എമൗണ്ടും കൂട്ടി കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഓരോന്നായിട്ട് ചിക്കന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടിഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്താം. ഇനി ഇത് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. എൻ്റെ ഓയിൽ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ മുട്ടയും അതുപോലെ ഗാർലിക്കും എല്ലാം ഇത് മിക്സാക്കിയ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചിക്കൻ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 ഒക്കെ കഴിയും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇട്ട് വെക്കുക. നമ്മുടെ ചിക്കനിലേക്ക് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് കയറണം. അപ്പോൾ ഞാനിവിടെ
ഇവിടെ ഒരു 15 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം എടുത്ത് വെക്കണം. നമ്മൾ ചിക്കനിലേക്ക് ഗാർലിക്കിൻ്റെ ആ ഫ്ലേവർ വരണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിന്. നമുക്കിതൊന്ന് ചിക്കന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയും കോൺഫ്ലവറും മിക്സാക്കി എടുത്തതാണ്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് ഈ മൈദേൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ചിക്കനിലും കോട്ടിങ്ങെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ചിക്കന് ഓൾറെഡി ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ കുറച്ചധികം കൊടുക്കണം. നിങ്ങൾ ചീനച്ചട്ടി കുറച്ച് വലിപ്പം കുറഞ്ഞ് ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ മുങ്ങാനുള്ള ഓയിലാവും. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂട് ഓയിലിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് വേവേണ്ട ആവശ്യമില്ല. നമ്മളെ ഒന്ന് കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആവേണ്ട മാത്രം സമയം മാത്രമേ എടുക്കൂ. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോട്ടിങ് മാത്രമേ ഇപ്പോൾ ഒന്ന് വറുത്തെടുക്കാനുള്ളൂ. നമുക്ക് ഇത് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കോട്ടിങ് നല്ല ക്രിസ്പിയാണ്, ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ചിക്കൻ ഏകദേശം ഇപ്പോൾ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഫ്രൈ ആവാനുണ്ട്. നമ്മുടെ ചിക്കൻ നമുക്ക് ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് പോരാം. നമ്മുടെ ക്രിസ്പി ഗാർലിക് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. ഇത്
അപ്പോൾ ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഇത് ഇൻ്റർവെൽ ടൈമിന് ടിഫിനിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ. നല്ലൊരു റെസിപ്പിയാണിത്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.